ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലായിടത്തിലും നല്ല മഴക്കാലമാണ്, നല്ലോണം മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളെ ചെടികൾക്കൊക്കെ കെയർ ചെയ്യാൻ മുറ്റത്തേക്ക് ഇറങ്ങാൻ തന്നെ എല്ലാവർക്കും മടിയായിരിക്കും. പക്ഷേ ഈ മഴക്കാലത്ത് നമ്മളുള്ള ചെടികളൊക്കെ കേടാവാതെ സൂക്ഷിക്കുകയും കൂടിയും വേണം. ചില ചെടികൾ മഴക്കാലത്ത് നശിച്ചു പോകാറുണ്ട്. പക്ഷേ ചില ചെടികൾ മഴയായാലും വെയിലായാലും അവരുടെ ഒരു പൂക്കളുടെ സീസൺ ആയി കഴിഞ്ഞാൽ പൂക്കും. അതിനുള്ളൊരു ബെസ്റ്റ് ഒരു എക്സാമ്പിളാണ് നമ്മളെ വീട്ടിൽ ഒരുപാട് എപ്പിസിയ പ്ലാന്റുകളുണ്ട്. ഈ ഒരു എപ്പിസിയ പ്ലാന്റ് ഒരു സമയത്ത് നമ്മൾ കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അത് ഹാങ്ങിങ് ആയിട്ട് വെച്ചാലും ഇതുപോലെ നമ്മൾ പോട്ടിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിലും. അപ്പോൾ നമ്മുടെ എപ്പിസിയ പ്ലാന്റിന് ഇപ്പോൾ ഈ ഒരു മഴ സീസൺ ആയതുകൊണ്ട് തന്നെ വലിയ കെയറൊന്നും കൊടുക്കാതെ കിടക്കുകയായിരുന്നു. പക്ഷേ ഉള്ള എല്ലാ പോട്ടിലും പൂവിടാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ഈ ഒരു എപ്പിസിയ പ്ലാന്റിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കുന്നത് തന്നെ. നിറച്ച് പൂവിടാൻ തുടങ്ങുമ്പോൾ അതുപോലെ തന്നെ ലീഫുകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഈ മഴ സീസൺ ആയതുകൊണ്ട് വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്തുള്ള എല്ലാ ഒരു പോട്ടിലും ഇപ്പോൾ നിറച്ച് പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോഴാണ് നമ്മൾ ഈ ഒരു ചെടീനെ ഇപ്പോൾ ശ്രദ്ധിച്ചത് തന്നെ. അപ്പോൾ നമ്മൾ ഈ ഒരുപാട് തൂങ്ങിക്കിടക്കുന്ന വെള്ളികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പോട്ടിൽ നിന്ന് എക്സ്ട്രാ ഉള്ള വേസ്റ്റുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളടുത്ത് കുറച്ച് വെറൈറ്റി എപ്പിസിയ പ്ലാന്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് നല്ലൊരു ഗ്രീനും അതുപോലെ തന്നെ ഒരു സിൽവർ ടച്ച് ലീഫ് വരുന്നൊരു പ്ലാന്റാണ്. അതിന് ഈ റെഡ് കളർ തന്നെയാണ്. റെഡ് ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള പൂവാണ് വരുന്നത്. നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ ലൈറ്റ് പിങ്കിൽ വരുന്ന ഒരു എപ്പിസിയ പ്ലാന്റാണ്. അതിൻ്റെ ലീഫിൻ്റെ ടെക്സ്ചറിലും കളറിലും ഒക്കെ മാറ്റമുണ്ട്. ഈ ഒരു കളറിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. നല്ല പിങ്ക് കളറിൽ അത്യാവശ്യം വലുപ്പത്തിലാണ് ഈ പൂക്കൾ വരുന്നത്. ഇനി അതുപോലെ തന്നെ മറ്റൊരു എപ്പിസിയ പ്ലാന്റാണ്. ഇത് വേറൊരു എപ്പിസിയ പ്ലാന്റാണ്. നേരത്തെ നമ്മൾ ഒരു ഗ്രീൻ ലീഫിലായിരുന്നു ഈ റെഡ് പൂവ് കണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നോക്കൂ, ഈ ഒരു ലീഫിലാണ് റെഡ് കളർ പൂവ് വരുന്നത്. ലീഫിൻ്റെ കളറും അതുപോലെ തന്നെ പൂക്കള കളറിലും ഒക്കെ ചേഞ്ച് വരുന്നുണ്ട്. ഇത് വേറൊരു വെറൈറ്റിയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നേരത്തെ ഈ ഒരു കളർ ഷെയ്ഡിൽ മാത്രമായിരുന്നു ലീഫ് വന്ന്. ഇതാണെങ്കിൽ ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. നല്ലൊരു പിങ്ക് കളറിലുള്ള പൂവാണ്. ഇപ്പം നമ്മൾ പൂവിട്ടിട്ടില്ലെങ്കിലും പിങ്ക് കളറിലാണ് പൂ വരുന്നത്. പിന്നെ നേരത്തെ നമ്മൾ ഗ്രീൻ കളറിൽ ഒരു സിൽവർ ഷെയ്ഡ് വരുന്നുണ്ടായിരുന്നു. ആ ഒരു സിൽവർ ഷെയ്ഡ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ലീഫിൻ്റെ നടുഭാഗത്തായിരുന്നു അധികം സിൽവർ കളറും വരുന്നത്. പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ആയിരുന്നു. പക്ഷേ ഈ ഒരു എപ്പിസിയ പ്ലാന്റ് വരുന്നത് മൊത്തത്തിൽ ഇടയ്ക്കിടയ്ക്കൊരു ഇങ്ങനെ ഒരു കട്ടിങ് പോലെ ഒരു സിൽവർ കളർ വരികയാണ്. അതുപോലെ തന്നെ നല്ല ലാർജ് ലീഫുകളാണ് വരുന്നത്. നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് വരുന്നത്. കുറച്ചൊരു ഡാർക്ക് ലീഫാണ്, ഗ്രീൻ ലീഫാണ് വരുന്നത്. ഒരേ പ്ലാന്റ് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിനും റെഡ് കളർ പൂ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഹാങ്ങിങ് അല്ലാതെ ഓരോ പോട്ടിലും വെറുതെ ഒന്ന് ഊന്നി കൊടുക്കുന്നതാണ്. പക്ഷേ ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മുന്നേ കാണിച്ച വെറൈറ്റി തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ നേരത്തെ കണ്ടതിൽ നിന്ന് ഈ ഒരു സിൽവർ ഷെയ്ഡ് കൂടുതലുണ്ട് ഈ ലീഫിൽ. നേരത്തെ നമ്മൾ കാണിച്ചാൽ സിൽവർ കളർ കുറച്ച് കുറവാണ്. കണ്ടോ, ഈ ഒരു ഇതിലാണ് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഓരോ പോട്ടിൽ ഡ്രസീന പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുള്ള പ്ലാന്റിൻ്റെ അടിയിൽ വെറുതെ പീസ് കുത്തി കൊടുക്കുന്നതാണ്. അപ്പോൾ ആ പോട്ടിലൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലമായപ്പോൾ ഇതൊക്കെ നല്ലോണം പൂവിട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച മഴക്കാലത്ത് ഈ ഒരു ചെടി കുറച്ചുകൂടി ഒന്ന് ഡൗൺ ആയി പോകുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നല്ല രീതിയിൽ പൂവിടാൻ തുടങ്ങിയപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചതാണ്. നമ്മൾ എവിടെയൊക്കെ ഈ ഒരു ചെടി നനച്ചു കൊടുത്തിട്ടുണ്ടോ ആ ഭാഗത്തൊക്കെ പൂവുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ നമുക്കൊരു വേറൊരു വെറൈറ്റി കൂടി കിട്ടിയിട്ടുണ്ട് എപ്പിസിയ പ്ലാന്റിൽ. അപ്പോൾ ആ ഒന്ന് വേഗം നടന്നൊന്ന് കാണിച്ചു തരാം. നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എപ്പിസിയ പ്ലാന്റ് കണ്ടു. റെഡിൽ വരുന്നത്, പിങ്കിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസിയ പ്ലാന്റ് നല്ലൊരു വയലറ്റ് കളറിൽ വരുന്ന എപ്പിസിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫും കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ അതിലൊരു യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പോട്ടിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഹോൾ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കാതെ നിൽക്കും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മണ്ണ്, അതുപോലെ തന്നെ ചാണകപ്പൊടി, പിന്നെ കരിയില വേസ്റ്റ്, അതൊക്കെയാണ് നമ്മളെ പോട്ടി മിക്സ് എന്ന് പറയുന്നത്. നമ്മളെ വീട്ടിൽ ഒരു ചെടികൾക്കും കെമിക്കലായിട്ടുള്ള ഒരു വളങ്ങളും ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെടി വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പ്ലാന്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് മേടിച്ചതൊന്നുമല്ല, നമുക്കൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. അതുകൊണ്ട് വലിയൊരു ഹെൽത്തി ആയിട്ടുള്ള തൈയൊന്നുമല്ല, അത്യാവശ്യം ഒരു ചെറിയൊരു തൈയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ കൂട്ടുകാർക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കൊടുത്താൽ മതി, ഈ ചെടികൾ വളരെ പെട്ടെന്ന് ഉണ്ടാവും. അപ്പോൾ സൺലൈറ്റ് ഇല്ലെങ്കിലും ഈ ഒരു മഴ സീസണിൽ പൂവിടുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ എപ്പിസിയ പ്ലാന്റ് വീട്ടിലുള്ളവർക്കൊക്കെ അതുപോലെ പൂവിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സമയത്ത് ചെടിയൊന്ന് ഹെൽത്തി ആയിട്ട് വെക്കുക. അധികം ഓവറായിട്ട് മഴയൊന്നും കൊള്ളാതെ
നല്ല രീതിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വെർട്ടിക്കൽ ഗാർഡനിലും മതിലൊക്കെ ചില വീട്ടിലൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നമ്മുടെ ചാനൽ